കത്തോലിക്ക സഭയ്ക്കും അതിലുപരി തൃശ്ശൂർ അതിരൂപതയ്ക്കും രാമനാഥപുര രൂപതയ്ക്കും ഈ ഇടവകയ്ക്കും ഫാബിൻ ശമാസിൻ്റെ കുടുംബത്തിന്, മാതാപിതാക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ചും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. വളരെ നാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും പരിശീലനത്തിനും കാത്തിരിപ്പിനും ശേഷം നമ്മളെല്ലാവരെയും സാക്ഷി നിർത്തി ഫാബിൻ ശമാസൻ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. സർവശക്തനായ ദൈവം ബലഹീനനായ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തൻ്റെ പൗരോഹിത്യം. ദൈവം തന്ന മക്കളിൽ മൂത്തവനെ അബ്രാഹം തൻ്റെ പുത്രൻ ഇസ്ഹാക്കിന് സമർപ്പിച്ചതുപോലെ വിട്ടുകൊടുത്ത മാതാപിതാക്കൾക്ക്, സഹോദരനായ ഫാദർ ഹെൻലിക്ക്, ഈ ഇടവകയ്ക്ക് ദൈവം ഒരു പുരോഹിതനാക്കി ഫാബിനെ തിരിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു കരുണയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണിത്. ഒരു വ്യക്തി വൈദികനാകുക എന്നുള്ളത് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടം മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രാർത്ഥിച്ചിരുന്നിങ്ങനെ: ഒന്നുമല്ലാതിരുന്ന എന്നെ ഇത്രമാത്രം ഉയർത്തിയ ദൈവത്തെ ഞാൻ മരണം വരെ ഉയർത്തും. വിശുദ്ധ ജോൺ മരിയ വിയാനി തുടർന്ന് പഠിപ്പിക്കുകയാണ്, പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവികമായ സ്നേഹത്തിൻ്റെ, ദൈവികമായ അനുകമ്പയുടെ, ദൈവികമായ വിശ്വസ്തതയുടെ ഫലമാണ്. ദൈവം മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ, ദൈവം മനുഷ്യരോട് കാണിക്കുന്ന അനുകമ്പയുടെ, ദൈവം മനുഷ്യരോട് കാണിക്കുന്ന വിശ്വസ്തതയുടെ അടയാളമാണ് ഈ പൗരോഹിത്യം. പൗലോസ്ലീഹ തൻ്റെ വിളിയെക്കുറിച്ച് ഹൃദയം തൊടുന്ന രീതിയിൽ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തിമോഥെക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, അവൻ എന്നെ തൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചുകൊണ്ട് അവൻ എന്നോട് വിശ്വസ്തത കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ വിളി, ദൈവം തന്നോട് കാണിച്ച വിശ്വസ്തത, തൻ്റെ അയോഗ്യത, തൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കി ദൈവം തന്നോട് കാണിച്ച കരുണയുടെ അടയാളമാണ് പൗരോഹിത്യവും തൻ്റെ വിളിയുമെന്ന് പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ നേട്ടമല്ല. ഈ ദൈവത്തോട്, ഇങ്ങനെ അത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവത്തോട് മനുഷ്യർ ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഗുരുഭൂതർ. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പാറക്കലച്ചൻ ഈ അവസാനം പഠിച്ച സെമിനാരിയുടെ, അതിനു മുമ്പുള്ള ജോയ് ചിറ്റലപ്പള്ളിച്ച തൊട്ടപ്പുറത്തിരിക്കുന്നവരൊക്കെ ഈ ഗുരുഭൂതരെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉപകാരികൾ, സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നമ്മളെ സഹായിച്ച് ഈ വൈദിക പരിശീലനത്തിന് വേണ്ടി പൈസ അയച്ചു തന്ന നമ്മുടെ ഉപകാരികൾ ചിലരൊക്കെ കൂടെ വന്നിട്ടുണ്ട് ഇതിൽ പങ്കുചേരാനായിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ മുക്കാട്ടുകര ഇടവക ഇത്ര മനോഹരമായിട്ടുള്ള ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ വികാരിച്ചിൻ്റെ പോളച്ചിൻ്റെ നേതൃത്വത്തിൽ ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ഒരുക്കെന്ന് പറയുന്നത്. എത്രയും സുന്ദരമായിട്ടാണ് ഇടവകയുടെ അതിർത്തിയിൽ നിന്ന് ബൈക്ക് റാലി വഴി, അതുപോലെ ഇവിടെ വന്നിട്ട് അമ്മമാരതിനിടയ്ക്ക് വെച്ച് കുട ചൂടി നിന്ന് യൂണിഫോം ധരിച്ച് എത്ര സുന്ദരമായിട്ടാണ് അവരിടവകയിലേക്ക് വരവേറ്റത്. ഇവിടെ വരുമ്പോൾ യുവജനങ്ങൾ നൃത്തം ചെയ്ത്, ഞങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ദിവസമാണിത്, ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരമാണിതെന്ന് പറഞ്ഞ് അങ്ങനെ ഇടവക മുഴുവനും ഈ പൗരോഹിത്യത്തോടുള്ള ഈ ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് മാസങ്ങളോളം ഒറ്റക്കെട്ടായ അച്ഛൻ്റെ നേതൃത്വത്തിൽ, വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യവും പൗരോഹിത്യ സ്വീകരണവും പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ നേട്ടം മാത്രമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ, അതിലുപരി ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ്. ആ കരുണയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യ ദാന ശുശ്രൂഷയിലൂടെ മനുഷ്യരുടെ മുമ്പിൽ, സഭയെ മുമ്പിൽ നിർത്തി നമ്മൾ അനാവരണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ വചനഭാഗങ്ങൾ, പൗരോഹിത്യം എന്താണ്, പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണ്,
പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. അതിൽ ആദ്യത്തെ വായന മാത്രം ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ മോശയ്ക്കുള്ള വിളിയാണ്. ഏത് തരത്തെ പശ്ചാത്തലത്തിലാണ് ദൈവം മോശയെ വിളിച്ചത്? ഈജിപ്തിൽ കഷ്ടപ്പെടുന്ന തൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കണ്ട ദൈവം, ഈജിപ്തിലെ പലതരത്തിലുള്ള വേദനകളിലൂടെ നടന്നു നീങ്ങിയിരുന്ന ജനത്തെ കേട്ട ദൈവം, അതിന് ആ ജനത്തെ അവിടെ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്. ആ മനുഷ്യൻ തന്നോട് ദൈവത്തോട് പറയാണ്, അവിടെ പോയിട്ട് ഇത്രയും ശക്തനായിട്ടുള്ള ഫറവോയോട് സംസാരിക്കാൻ ഞാൻ ആരാണ്? എനിക്ക് സംസാരശേഷിയില്ല, ഞാൻ വിക്കനാണ്, എനിക്ക് വാക്ചാതുര്യമില്ല. എങ്ങനെയാണ് ഇത്രയും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അടുത്ത് പോയിട്ട് നീ ജനത്തെ പറഞ്ഞു വിടണമെന്ന് പറയുന്നത്? ഉടൻ തന്നെ മോശയോട് ദൈവം പറയാണ്, നീ പോകുക, നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, മോശ പോയി. മോശ ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. എന്നിട്ട് മോശ എന്തൊക്കെയാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനം എത്തുന്നത് വരെ മോശയിലൂടെ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് വചനഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് മോശ ചെയ്തത്? മോശ ഇത്ര വിക്കനായി വാക്ചാതുര്യമില്ലാതിരുന്ന മോശ ആകാശത്തേക്ക് നോക്കി കരഞ്ഞപ്പോ അവിടെ മന്ന പെയ്തു. തങ്ങളെ പിടിക്കാൻ വന്ന ഫറവോയുടെയും അതുപോലുള്ള മറ്റു മനുഷ്യരുടെയൊക്കെ മേലെ വന്ന് വീഴുന്ന രീതിയിൽ മുകളിലേക്ക് നോക്കി യഹോവയെ വിളിച്ചപ്പോ മന്ന പെയ്ത് ഇത്രയും അശക്തനായ മോശ, ഈ മോശ വടിയെടുത്ത് കടലിന് മേലെ നീട്ടിയപ്പോ ആ കടൽ വിഭജിതമായി. ഇസ്രായേൽ ജനം കടന്നുപോയി, മറ്റുള്ളവരൊക്കെ കടലിൽ മുങ്ങി ചത്തു നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തില്. ഈ മോശ വടിയെടുത്ത് പാറയിലടിച്ചപ്പോ അവിടെ പാറ പിളർന്ന് അവർക്ക് ആവശ്യമുള്ള ജലം നൽകി. വിക്കനായ സംസാരശേഷിയില്ലാതിരുന്ന ഒന്നിനും കൊള്ളാത്തവനാണ് താനെന്ന് ചിന്തിച്ചിരുന്ന മോശ ദൈവം തന്നോട് കൂടി ആയിരുന്നപ്പോ അത് ശക്തനായി മാറി. എല്ലാറ്റിനും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മോശ എന്തിനും ശക്തനായ ഒരു വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ സാക്ഷി നിർത്തി ഈ ഫാബിൻ വൈദികനാകുമ്പോൾ, പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ഏതാനും നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തില് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറയുന്നുണ്ട് കർത്താവ്. പിതാവ് പുത്രനെ അയച്ചതുപോലെ തന്നെ പുത്രന്റെ ദൗത്യം നിർവഹിക്കാനാണല്ലോ ഒരു വൈദികൻ, ഒരു മെത്രാനിച്ചൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കയ്യപ്പ് ശുശ്രൂഷ വഴി നമ്മളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഫാബിൻ ശമ്മാശൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ കർത്താവ് ചെയ്തതാണ് ചെയ്യാൻ പോകുന്നത്. കർത്താവ് എന്താ ചെയ്തത്? ജീവിതായികമായി വചനം പ്രഘോഷണം നടത്തി. ഈ ഫാബിൻ ശമ്മാശനും ഈ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം വചനം പ്രഘോഷിക്കുമ്പോൾ അത് കർത്താവ് പറഞ്ഞ വചനത്തിന്റെ അതേ ശക്തിയോട് കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. കർത്താവ് രോഗികളെ തൊട്ട് സുഖപ്പെടുത്തി. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ നാമത്തിൽ തൊട്ട് സുഖപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കാണ്. ഈശോ അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുക ചെയ്യുന്നത്. പിശാചുക്കളെ ബഹിഷ്കരിച്ച കർത്താവ് ആ പിശാചുക്കളെ ബഹിഷ്കരിച്ച പോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയിൽ നിന്ന് പിശാചുക്കൾ കടന്നു പോകട്ടെ എന്ന് വിടുതൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ഈ ഫാബിൻ ശമ്മാശനിലൂടെ, വൈദികനിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മുടെ ജീവിതത്തിൽ ഈ വൈദിക ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പകരക്കാരൻ്റെ ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവർ, പകരക്കാരൻ്റെ ശുശ്രൂഷയാണ്. പൗരോഹിത്യം സ്വീകരിച്ച ഫാബിൻ ശമ്മാശൻ മാമോദീസയിലൂടെ ആത്മീയമായ മക്കൾക്ക് ജന്മം കൊടുക്കും. പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ഫാബിൻ ശമ്മാശൻ വിശ്വാസം സ്വീകരിച്ച് മാമോദീസയിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥൈര്യലേപനം നൽകി അവരെ സ്ഥിരപ്പെടുത്തും, വിശ്വാസത്തെ സ്ഥിരീകരിക്കും. പൗരോഹിത്യം സ്വീകരിക്കുന്ന ശമ്മാശൻ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൈകൾ പരസ്പരം കോർത്ത് പിടിച്ച് അദൃശ്യനായ കരമുള്ള കർത്താവിൻ്റെ ആ കരം കൊണ്ട് അവരെ ഒന്നിപ്പിക്കും. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരാൻ പോവുകയാണ്. ജീവിതകാലം മുഴുവൻ ജീവിത പങ്കാളിയായിട്ട് ജീവിക്കാനുള്ള ശക്തി, കൗതാശികമായ വരപ്രസാദം ഈ ബലഹീനനായ പുരോഹിതന്റെ കൈകളിലൂടെ ഈ ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉത്ഥാനം ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ
അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നതോ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നതോ ബന്ധിക്കപ്പെടും. ഈ ഫാബിൻ സമ്മാഷ് ഇന്ന് ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷം സാരക്കൂട്ടിൽ പോയിരുന്നിട്ട് നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ, അന്ന് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലസ്തീനായിലൂടെ ചുറ്റി നടന്ന് സഞ്ചരിച്ച് അവിടെ പാപം മോചിച്ച ദൈവപുത്രനായ ക്രിസ്തു അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ, നാവിലൂടെ പുറത്തു വരികയാണ്, പ്രവർത്തിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് പൗരോഹിത്യ ശുശ്രൂഷ. അത് കഴിഞ്ഞ് അതിനേക്കാൾ ഉപരി നമുക്കറിയാലോ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ഫാബിൻ പറയാൻ പോകുന്നത് ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നല്ലല്ലോ, ഇത് കർത്താവിൻ്റെ രക്തമാണെന്നല്ല പറയാൻ പോകുന്നത്. ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്. കർത്താവിൻ്റെ പകരക്കാരനായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു, ഇതിന് നമുക്കറിയാം ഇന്ന് പൗരോഹിത്യത്തെക്കുറിച്ച്, സന്യാസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ കുറവുകളൊക്കെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലും വരുമ്പോഴേക്കും എല്ലാവരും മോശക്കാരാണെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫാബിൻ ഇന്ന് നമ്മളെ സാക്ഷി നിർത്തി വൈദികനാകുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ പൗരോഹിത്യത്തിന് യാതൊരു ശോഭയും കുറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ പൗരോഹിത്യം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്, ശക്തമാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഒരു ദൈവികമായ, ഒരു മനുഷ്യനും എളുപ്പത്തിൽ കയറിപ്പിടിക്കാൻ പറ്റാത്ത, ദൈവം കരുണയോടുകൂടി കൊടുത്താൽ മാത്രം സ്വീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പക്ഷേ പൗരോഹിത്യം സ്വീകരിച്ചവർ അവരുടെ ബലഹീനത ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടാകാം, എനിക്കുണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ നമ്മൾ പ്രിയപ്പെട്ടവരെ, ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിയാനി പുണ്യവൻ പറഞ്ഞത്, ഒന്നുമല്ലാതിരുന്ന എന്നെ ഇത്രമാത്രം ഉയർത്തിയ ദൈവത്തെ ഞാൻ മരണം വരെ ഉയർത്തിക്കൊണ്ടിരിക്കും, ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിച്ച് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം വിശുദ്ധനായ വിയാനി പുണ്യവൻ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. മുക്കാട്ടുകര ഇടവകയിൽ നിന്ന് നമുക്ക് ഒരു ഫാബിനെ വൈദികനാക്കി കിട്ടിയെന്ന് ഞാൻ വികാരിച്ചനോടും അതുപോലെ കൊച്ചച്ചനോടും ഇടവക്കാരോടും, പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇടവക അതിർത്തിയിലുള്ള ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനോടും നിങ്ങളെല്ലാവരോടും അൽമായ സഹോദരി സഹോദരന്മാരോടൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്, ഒരു മിഷൻ രൂപതയിലേക്ക് നമുക്ക് അച്ഛനെ തന്നതിൽ. പക്ഷേ ഒരു കാര്യം എനിക്ക് നമ്മൾ പറയാനുണ്ട്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വിൽസനെയും നിർമ്മലയും ഒക്കെ ഇവിടെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ റെട്രസും പറഞ്ഞു 2 പേരും കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം അനുജൻ അച്ഛനായി, ഈ പ്രാവശ്യം ഫാബിൻ അച്ഛനായി. അപ്പോൾ അതിനിടയ്ക്കാണ് വിചാരിച്ചും പറയുന്നത്, വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദുഃഖം പറഞ്ഞു എന്ന്. വിൽസനും ദുഃഖിച്ചു, നിർമ്മലയും ദുഃഖിച്ചു. കാരണം 2 പേരും പോയല്ലോ. അവർ ദുഃഖിക്കുന്നതിന് കാരണം ഞങ്ങൾക്കിനി മരുമക്കളെ കിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് മരുമക്കളെ കിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് പേരക്കുട്ടികളെ കിട്ടില്ലല്ലോ, ഇനി ഞങ്ങൾ ആരാ നോക്കുക? സ്വാഭാവികമാണല്ലോ നോക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ 2 പേര്, 2 മരുമക്കൾക്ക് പകരം നിങ്ങൾ എത്ര പേര് കിട്ടാൻ പോകുന്നത്? ഈ 2 അച്ഛന്മാരും കൂടി ശുശ്രൂഷ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് ആത്മീയമായിട്ടുള്ള മരുമക്കളെയും അതുപോലെ പുത്രന്മാരെയും ചേച്ചിമാരും ചേട്ടന്മാരെയും കിട്ടാൻ പോവുക. നിങ്ങളിനി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അറിയപ്പെടുന്നത് ആ ജോസിൻ്റെ ഈ എൽസിയുടെ മാതാപിതാക്കൾ എന്ന രീതിയിലല്ല. നിങ്ങൾ 2 പേർ അറിയപ്പെടാൻ പോകുന്നത് അച്ഛന്മാരുടെ അമ്മ, അച്ഛന്മാരുടെ അപ്പൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, വേറെ ആർക്കെങ്കിലും കിട്ടുമത്? നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുമോ ഈ സ്ഥാനം? ദൈവം തന്നാലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയും, നിങ്ങൾ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൽ നിന്ന് ലഭിച്ചു. നിങ്ങൾ ദൈവം ചോദിച്ചതുപോലെ വളർത്തി വലുതാക്കി യഥാസമയം തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ തീരുമാനമെടുത്തു. 2 പേരെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഫാബിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. 2008 മുതൽ എനിക്ക് പരിചയമുള്ള അദ്ദേഹത്തെ. വളരെ സ്ഥിരതയോടുകൂടി പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് അങ്ങനെ ഞാൻ വൈദികനാകും എന്നുള്ള രീതിയിൽ തന്നെ വന്ന് അങ്ങനെ വൈദികനായി തീർന്ന ഫാബി. അപ്പോൾ 2 പേര് 2 പില്ലേഴ്സാണ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഈ ഞങ്ങളച്ഛന്മാർ സിസ്റ്റേഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അറിവ്. അതായത് ഈ മാതാപിതാക്കൾ സ്വന്തം ചേട്ടനും ചേച്ചിയൊക്കെ അസുഖമായി കിടന്നാൽ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ അസുഖമായി കിടക്കുകയാണെങ്കിൽ അവർക്ക് ലീവ് അനുവദിക്കുകയാണ്. 1 മാസമോ 2 മാസമോ 3 മാസമോ എനിക്ക് മറ്റവരെ കിട്ടുമോ? കല്യാണം കഴിച്ച് പോകുന്നവർ ഇപ്പോൾ UK, ഓസ്ട്രേലിയ, പലരും വരുന്നത് 7-നും 41-നാണ്. കാരണം മരിച്ചിട്ട് പോലും വരാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കല്യാണ ജീവിതം നയിക്കുന്ന, വിവാഹ ജീവിതം നയിക്കുന്നത് മോശക്കാരൊന്നല്ല കേട്ടോ, ഞാൻ അതല്ല പറയുന്നത്. ചിലർക്ക് ചിന്തയുണ്ട്, അച്ഛനാകാൻ വിട്ടു കഴിഞ്ഞാൽ, സിസ്റ്ററാകാൻ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ നോക്കാൻ ആരാണ്? പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ? അതുകൊണ്ട് എനിക്ക് വിൽസിനോടും നമ്മളോടും പറയാനുള്ളത്, 2 മക്കളെ കൊടുത്തു. 2 മക്കൾ 2 സൈഡിൽ സ്ട്രോങ് പില്ലേഴ്സായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
നിങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു ആകുലതയും വേണ്ട. അവരുടെ കൂടെ അവർ നേതൃത്വം വഹിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും ആവശ്യമനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകിച്ച് അതുപോലെ തന്നെ നിങ്ങളോട് സഹകരിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അനുമോദിക്കുകയാണ്. പ്രിയ യുവജനങ്ങൾ, കുട്ടികൾ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കാശുണ്ടാക്കണം, കുറച്ച് സൗകര്യങ്ങൾ വേണം, മറുനാട്ടിലേക്ക് പോകണം എന്നുള്ളത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തരുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തമ്പുരാന് കൊടുക്കാൻ സാധിക്കണം. തമ്പുരാനല്ലേ നമുക്ക് ആയുസ് തരുന്നത്, തമ്പുരാനല്ലേ നമുക്ക് കഴിവുകൾ തരുന്നത്, നമുക്കെല്ലാം ശരിയാക്കി തരുന്ന തമ്പുരാനാണല്ലോ. അപ്പോൾ ആ നിലയിൽ ആ തമ്പുരാന് നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കണം. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ നമ്മുടെ മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൈസ്റ്റ്, വി ലിവ് ത്രൂ ക്രൈസ്റ്റ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ത്രൂ എ പ്രീസ്റ്റ്. വി ലിവ് ത്രൂ ക്രൈസ്റ്റ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ത്രൂ എ പ്രീസ്റ്റ്. എത്ര സുന്ദരമാണത്. അതായത് അത് അനുഭവം നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. സൗദി രാജാവ് മദർ തെരേസയെ ക്ഷണിക്കുകയാണ് സൗദി അറേബ്യയിൽ പോയിട്ട് മഠം തുടങ്ങാനായിട്ട്. അപ്പം മഠം തുടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ മദർ പറഞ്ഞു, ഞങ്ങൾ മഠം തുടങ്ങാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് 2 കാര്യങ്ങൾക്ക് അനുവാദം തരണം. ഒന്ന്, ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു കോൺവെൻറ്റ് വേണം, ആ കോൺവെൻറ്റ് സ്ഥാപിക്കാനുള്ള അനുവാദം തരണം. 2, ഞങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു വൈദികനെ കൊണ്ടുവരണം. സൗദി രാജാവ് ചോദിച്ചു, അത് ശരിയാണ്, നിങ്ങൾക്ക് കോൺവെൻറ്റ് സ്ഥാപിക്കാൻ അനുവാദം തരണം, പക്ഷേ നിങ്ങൾ വരുമ്പോൾ എന്തിനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വൈദികനെ കൊണ്ടുവരേണ്ടത്? ഉടൻ തന്നെ മദർ തെരേസ പറഞ്ഞു, വി ലിവ് ത്രൂ ക്രൈസ്റ്റ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ത്രൂ എ പ്രീസ്റ്റ്. ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തു വഴിയാണ്, ക്രിസ്തുവാണ് ഞങ്ങൾ ജീവിപ്പിക്കുന്നത്, പക്ഷെ ക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് വൈദികനിലൂടെയാണ്. എത്രയോ സുന്ദരമായിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ആ സിസ്റ്റർ, ആ വിശുദ്ധിയായ പുണ്യവതിയായ സിസ്റ്റർ നമ്മൾ പറയാണ്, ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തു വഴിയാ, പക്ഷെ ക്രിസ്തുവിനെ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വൈദികനിലൂടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സഭയുടെ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ സീറോ മലബാർ സഭ അല്ലെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക സഭ പോലെ തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള സഭാ സമൂഹങ്ങൾ മുഴുവൻ നമ്മൾ വിചാരിക്കരുത്. എവിടെയാണ് വൈദികരുടെ എണ്ണം കുറയുന്നത്? എവിടെയാണ് സന്യസ്തരുടെ എണ്ണം കുറയുന്നത്? എവിടെയാണ് അവരുടെ ശുശ്രൂഷ ലഭിക്കാതെ പോകുന്നത്? അവിടെയാണ് പ്രിയപ്പെട്ടവരെ സഭ തളർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ മുക്കാട്ടുകര തൃശ്ശൂർ അതിരൂപതയിലുള്ള നമ്മുടെ സഭയുടെ ഘടന പോലെ അല്ലെങ്കിൽ സംവിധാനം പോലെ തന്നെയാണ് എല്ലായിടത്തും നിന്ന് വിചാരിക്കരുത്. കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾക്ക് കഴിയുന്നിടത്തോളം അടുത്ത് വിശുദ്ധ കുർബാനയ്ക്കും കാറ്റഗിസത്തിനും സൗകര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനായിട്ട് കേഴുന്ന എത്രയോ മനുഷ്യരാണ് നമ്മുടെ തന്നെ സമൂഹത്തിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോയിട്ട് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് കഷ്ടപ്പെടുന്നത്. 2015 ഞാൻ ആദ്യമായി അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ ചെന്ന് ഞാൻ അവിടെ ആളുകൾ പരിചയപ്പെട്ട അവസരത്തിൽ 60, 65, 70 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ചേട്ടന്മാരും ചേച്ചിമാരും എൻ്റെ അടുത്ത് വന്നു. അവരെന്നോട് പറഞ്ഞു, പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് 2 പിതാക്കന്മാരുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ സിസ്റ്റേഴ്സിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അച്ഛന്മാർ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ വന്ന അവസരത്തിൽ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ, കാറ്റഗിസം പഠിപ്പിക്കാൻ, ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ അർപ്പിക്കാൻ ഞങ്ങൾക്ക് വൈദികരുണ്ടായില്ല, സന്യസ്തരുണ്ടായില്ല. ഞങ്ങളുടെ എത്ര മക്കളാണ് വഴിതെറ്റിപ്പോയത്, ഞങ്ങൾ എത്ര കുടുംബമാണ് നശിച്ചു പോയത്. ഇന്ന് ഞങ്ങൾക്കെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കേരളത്തിലെ പോലെ തന്നെയാണ് നമ്മുടെ സഭ. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വൈദികർ എവിടെ എണ്ണം കുറയുന്നോ, സന്യസ്തരുടെ ശുശ്രൂഷ എത്രയോ കുറയുന്നോ, അവിടെ സഭ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുക. മുക്കാട്ടുകാരെ നിങ്ങൾ ആലോചിച്ച്, ബത്ലഹേം കോൺവെൻറ്റ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കോൺവെൻറ്റാണത്. എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര സിസ്റ്റേഴ്സ് അവിടെ ഉണ്ട്, നന്നായിട്ട് ഓടി നടന്ന് അധ്വാനിക്കുന്നവർ. ഈ പത്രമൊക്കെ പോകും നമ്മുടെ. അതുകൊണ്ട് ദൈവം ദാനമായി നൽകിയ മക്കളെ നമ്മൾ വളർത്തി വലുതാക്കി ആ പൗരോഹിത്യ സന്യാസ ശുശ്രൂഷയിലേക്ക് തന്നെ അതിൽ കൂടി നമ്മൾ പറഞ്ഞു വിടണം, അതിലേക്ക് കൂടി പറഞ്ഞു വിടണം. നിങ്ങൾ ചർച്ച വയ്ക്കാറുണ്ട്, ഞാൻ വീടുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ പറയും, അല്ല ഇവനെ അല്ലെങ്കിൽ ഇവളെ ഒന്ന് പറഞ്ഞു വിടില്ല. ഞാൻ ഒരാളെ ചോദിക്കാറുള്ളൂ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, ചിലപ്പോൾ 4-5 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും എന്നോട് പറയേ, അച്ഛാ ഒരാളല്ല എല്ലാവരും കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. എനിക്ക് അത്ര അധികം മോഹമൊന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഷേപ്പിലാവേണ്ടവരൊക്കെ ഈ ഷേപ്പിലാക്കേണ്ടത് ആരാ? നമ്മളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം തരുന്ന മക്കളെ, നിങ്ങളുടെ സ്വന്തം രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായി ദൈവം നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ മക്കളിൽ ഒരാൾ ഇവിടെ അൾത്താരയിൽ നിൽക്കാൻ ഉണ്ടാകണം. അൾത്താരയിൽ നിൽക്കാൻ ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർ, അവരൊക്കെ പ്രാർത്ഥിക്കുന്നവർ നല്ലവർ തന്നെയാണ്. പക്ഷെ അവർ പ്രാർത്ഥിക്കാൻ മറന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ വൈദികരും സമർപ്പിതരും. എവിടെ വെച്ച് ഞാൻ പറയും,
നിങ്ങളുടെ വീട്ടിലുള്ളവര് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നാലും, നിങ്ങളുടെ മറ്റു മക്കള് പ്രാർത്ഥിക്കാൻ മറന്നാലും, മൂടില്ലാതെ നിന്നാലും ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയ വിൽസന്റെയും നിർമ്മലയുടെ അവസ്ഥ എന്തായിരിക്കും നോക്കിയേ. ഒരു ദിവസം 2, 3, 4 കുർബാന ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ് ഉയർത്തുമ്പോ അവിടെ വിൽസനും നിർമ്മല അവിടെ ഉണ്ട്. വിൽസനും നിർമ്മല അവിടെയുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. ദൈവമേ, എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഈ കുടുംബത്തെ, അതുപോലെ തന്നെ എൻ്റെ ഉപകാരികളെ, സാമ്പത്തികമായി സഹായിച്ചവര്, പ്രാർത്ഥിച്ചവര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഉപകാരികളെ നീ തൃക്കൺ പാർക്കണമേ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 1977 ഞാൻ സെമിനാരിൽ ചേർന്നപ്പോൾ തോപ്പിൽ അന്തോണിച്ചൻ എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തൃശ്ശൂർ അത് രൂപതയിലത്തെ ഇന്നിടവകയിൽ ഇന്ന കുടുംബമാണ് പോളെ നിന്റെ ബെനഫാക്ടർ. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് ഈ മുക്കാട്ടുകാർ ഞാൻ ഈ തിരുക്രമത്തിൽ പങ്കുചേരുമ്പോൾ അവർ 2 പേരും മരിച്ചുപോയി. അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ അതിരൂപതയിലൊരു കുടുംബമാണ്. ഇന്ന് ഞാൻ ഓർക്കുന്നവരെ, എന്നെ സാമ്പത്തികമായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് സാമ്പത്തികമായി സഹായിച്ച കുടുംബത്തിന് യാതൊരു കുഴപ്പം വരുത്തരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് മാബിൻ പട്ടം സ്വീകരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ദൈവമേ, എൻ്റെ മക്കളിൽ, എൻ്റെ പേരക്കുട്ടികളിൽ ഒരാളെങ്കിലും ഇതുപോലെ അൾത്താരിൽ കയറി നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കാൻ, കർത്താവിൻ്റെ തിരുശരീരം തിരുരത്വവും എടുത്ത് വാഴ്ത്താനുള്ള അധികാരവും അവകാശമുള്ള ഒരു പുരോഹിതനായി കാണാൻ തുടക്കം മുതലേ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സന്യാസാശ്രമത്തിൽ ഒരുമിച്ച് കൂടി ഇരുണ്ട രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പെൺമക്കളായിട്ടുള്ള ഒരാൾ എനിക്കുണ്ടാകണം, സിസ്റ്റേഴ്സായിട്ടുണ്ടാകണം, ബ്രദേഴ്സായിട്ടുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ സുന്ദരമായിട്ടുള്ള ജീവിതമാണിത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളിപ്പോൾ പുരോഹിതരെ കുറ്റം പറയുന്നു, സന്യാസിനെ കുറ്റം പറയുന്നു, സഭയെ കുറ്റം പറയുന്നു, മെത്രാൻമാരെ കുറ്റം പറയുന്നു. പക്ഷേ എത്രയോ വൈദികരാണ്, എത്രയോ സന്യസ്തരാണ് സുന്ദരമായ ജീവിതം നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. എത്രയോ 100 കണക്കിന് 1000 കണക്കിന് അവരിലൂടെയൊക്കെ ലഭിക്കുന്ന ശുശ്രൂഷ. പക്ഷേ അവരുണ്ടാകണം. ഈ ഉടുപ്പിട്ടിരിക്കുന്നവരും അതുപോലെ ഈ ലോകിട്ട് ധരിക്കുന്നവരൊക്കെ എണ്ണം കുറഞ്ഞാണ്ടല്ലോ നമ്മുടെ അവസ്ഥക്ക് വളരെ പരിതാപകരമാകും. നമ്മുടെ വിയാനി പുണ്യവാൻ, ഇത്രയും നന്നായിട്ടൊക്കെ സംസാരിക്കുന്ന പുണ്യവാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. 1 മാസം 2 മാസം വിശുദ്ധ കുർബാന ഇല്ലാത്ത സ്ഥലം മനുഷ്യർ മൃഗങ്ങളെ പോലെ ആകുന്ന അദ്ദേഹം പറഞ്ഞിരിക്കണേ. മനുഷ്യർ മൃഗങ്ങളെ പോലെ കാടന്മാരായിട്ട് മാറുന്നു. വിശുദ്ധ കുർബാന അതാണ്, നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന, നമ്മളെ നിരന്തരം കാത്ത് ജീവിപ്പിക്കുന്ന ഒരു കൂദാശ. അതിന് എന്ത് വേണം? ആന മാത്രം പോരാ, ആനയ്ക്കുള്ള പാപ്പാനും കൂടി വേണം. അതാണ് വൈദികർ, അതാണ് സന്യസ്തർ. പ്രിയപ്പെട്ടവരെ, അതൊരു ചിന്ത നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഫാബിന് നല്ല സന്തോഷകരമായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഫാബിൻ, ഇന്ന് ഇദ്ദേഹം ഇവിടെ വൈദികനാകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഫാബിൻ വളരെ കഴിവുകളുള്ള, വളരെ പ്രതിബദ്ധതയുള്ള നല്ലൊരു ഷമ്മാശ്, നല്ലൊരു അച്ഛനാണ്. അവനാണ് പോകുന്നത്. നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഈ കഴിവുകൾ മുഴുവനും വൈദികോചിതമായ രീതിയിൽ ക്രമീകരിക്കുന്നതിലാണ് നമ്മുടെ വിജയം അടങ്ങിയിട്ടുള്ളത്. വൈദികോചിതമായ രീതിയിൽ ക്രമീകരിക്കുക. ഒന്ന്, ഐഡൻറ്റിറ്റി. നമ്മുടെ പ്രീസ്റ്റ്ലി ഐഡൻറ്റിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ വിചാരങ്ങളിലും നമ്മുടെ വേഷഭൂഷാദികളിലും ഞാനൊരു വൈദികനാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാക്കും. ദാറ്റ്സ് ഐഡൻറ്റിറ്റി, പ്രീസ്റ്റ്ലി ഐഡൻറ്റിറ്റി. രണ്ടാമതായിട്ട് ഈ പ്രീസ്റ്റ്ഹുഡിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ അതുല്യത എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവത്തെ കൊടുക്കാൻ, ദൈവിക അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ വൈദികർക്ക് സാധിക്കൂ, പൗരോഹിത്യം സ്വീകരിച്ചവർക്ക് സാധിക്കുകയുള്ളൂ. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പേരെ കിട്ടും, പക്ഷെ ദൈവത്തെ കൊടുക്കാൻ പറ്റില്ല. ദൈവിക അനുഭവം കിട്ടില്ല മാർക്കറ്റിൽ നിന്ന്, എത്ര പണക്കാരനാണെങ്കിലും എത്ര സ്വാധീനമുള്ളവനാണെങ്കിലും. പക്ഷെ വൈദികന് മാത്രമാണ്, ദൈവത്തിൽ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ദൈവിക ശുശ്രൂഷയിൽ നിയോഗിക്കപ്പെടുന്നവർക്കാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ഈ ദൈവികതയുടെ ഈ ഒരു യുണീക്ക്നെസ്, പ്രീസ്റ്റ്ഹുഡിൻ്റെ യുണീക്ക്നെസ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐഡൻറ്റിറ്റി ഉണ്ടാകണം, ആ യുണീക്ക്നെസ്സിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം. മൂന്നാമതായിട്ട് ധാർമ്മിക സമഗ്രത. നമ്മുടെ പ്രീസ്റ്റ്ലി ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഒതൻറ്റിക്. ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമുണ്ടാകണം. വാക്കുകളും നമ്മുടെ മാതൃകയും നമ്മുടെ പ്രബോധനങ്ങളും ഒക്കെ നമ്മൾ വേണ്ട രീതിയിൽ, സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുളപൊട്ടുന്ന ഒരു സമഗ്രതയുണ്ട്. അതാണ് ധാർമ്മിക സമഗ്രത, മോറൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഈ മോറൽ ഇൻറ്റഗ്രിറ്റി നമുക്കുണ്ടാകണം. നാലാമതായിട്ട് നമുക്കറിയാം, നമ്മളൊക്കെ അച്ഛന്മാരാകുന്നത് 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അവൈലബിലിറ്റി.
നമ്മൾ 24 hours ഫുൾ ടൈമേഴ്സാണ് അച്ഛന്മാർ. നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സ് പോലെ തന്നെയാണ്. അവർക്ക് അങ്ങനെ തന്നെയാണല്ലോ, ഏത് സമയത്ത് ആര് വന്ന് വിളിച്ചാലും അവർ തയ്യാറാകണം. അതുപോലെ വൈദികരെന്ന് പറയുന്നത് വി ആർ കോൾ ടു ബി അവൈലബിൾ ഓൾവേസ്. അപ്പോൾ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ഏത് തരത്തിൽപ്പെട്ട ആൾക്കാർ വന്നാലും കേൾക്കുന്ന, ക്ഷമാപൂർവ്വം കേട്ട് അവർക്ക് ആവശ്യമുള്ള ഉത്തരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അതുപോലെ തന്നെ ദിസ് ഇസ് എ കൊളേജിയാലിറ്റി. പ്രീസ്ലി മിനിസ്ട്രി എന്ന് പറയുന്നത് ഒറ്റയാൻ ശുശ്രൂഷയല്ല. പ്രീസ്ലി മിനിസ്ട്രി എന്ന് പറയുന്നത് കൊളേജിയാലിറ്റിയാണ്. കൊരിന്ത്യക്കാർക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇതാ ദൈവത്തിൻ്റെ വയൽ, ദൈവത്തിൻ്റെ ഭവനം, നമ്മളൊക്കെ കൂട്ടുവേലക്കാരാണ്. മെത്രാൻച്ചന്മാരായാലും വൈദികരാണെങ്കിലും നമ്മളെല്ലാവരും, വൈദികരും മെത്രാൻച്ചന്മാരും എല്ലാവരും അടങ്ങുന്ന അതിന് പറയുന്ന അൽമായരും സന്യസ്തരും അടങ്ങുന്ന ഒരു കൂട്ടുവേലയാണ് യഥാർത്ഥത്തിൽ സഭാ ശുശ്രൂഷ, സെൻസ് ഓഫ് കൊളേജിയാലിറ്റി. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അവസാനമായിട്ട് നമുക്കറിയാം, നമ്മൾ കളിമൺ പാത്രത്തിലാണ് ഇന്ന് ക്ഷേമം സ്വീകരിക്കുന്നത്. വളരെ മിടുക്കുള്ള ഫാബിൻ, കഴിവുകളുള്ള ഫാബിൻ, പക്ഷേ ഫാബിൻ കളിമൺ പാത്രത്തിലാണ്, കളിമൺ പാത്രമാണ്. എത്ര അനർഘമായ നിധിയാണ് ഉള്ളിലുള്ളതെങ്കിലും ബലഹീനത നമ്മൾ നശിപ്പിക്കും. അതുകൊണ്ട് എന്ത് വേണം? ഈശോയെ കൂട്ടുപിടിക്കണം, ഈശോയുടെ നേരെ നോക്കി നടക്കണം, ഈശോയുടെ വചനം വായിക്കണം, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോയുടെ കൃപയും പരിശുദ്ധ അമ്മയുടെ തുണയും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, അടുത്ത് വിശുദ്ധനാകാൻ പോകുന്ന ആർച്ച് ബിഷപ്പ് പുട്ടഞ്ചഷീൻ, അദ്ദേഹം പുരോഹിതർ കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്, ഒരു ഉപദേശമുണ്ട്. അല്ലയോ പുരോഹിത, മെത്രാൻസിൻ്റെ കയ്യൊപ്പ് വഴി നീ പൗരോഹിത്യം സ്വീകരിച്ചതിൽ അഹങ്കരിക്കരുത്. നീ ജീവിതകാലം മുഴുവനും ആ പൗരോഹിത്യത്തിന് പൂർണ്ണതയിലേക്ക് നടന്നെടുക്കണം. അദ്ദേഹം പറയാണ്, ഈ അടുത്ത കാലത്ത് വിശുദ്ധനാകാൻ പോകാത്തേ. അല്ലയോ പുരോഹിത, നീ മെത്രാൻസിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിച്ചതിൽ അഹങ്കരിക്കരുത്, തലക്കനം പാടില്ല. പക്ഷേ നീ പൗരോഹിത്യത്തിൻ്റെ ജീവിതം നീ തുടർന്നുകൊണ്ടിരിക്കണം, ദൈവകൃപയിൽ ആശ്രയിച്ച്. അതാണ് അദ്ദേഹം പറയും. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാലോ, നമ്മുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് തരികയാണ്. ഇന്ന് നമുക്ക് അദ്ദേഹം അച്ഛനാവുന്ന വലിയ സന്തോഷമാണ്. വിൽസനും നിർമ്മലയ്ക്കും വലിയ സന്തോഷമാണ്. തമിഴിൽ പറയുന്ന പോലെ പെരുത്ത സന്തോഷം, പെരിയ സന്തോഷം എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ തന്നെയാണ്. പക്ഷേ ഇനി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല അഭിഷേകത്തോടു കൂടി വചനം പങ്കുവയ്ക്കുകയും ബലിയർപ്പിക്കുകയും നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന 2 വ്യക്തികളാണ്, 2 മക്കളെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും സൈഡിൽ നിൽക്കുന്ന സ്ട്രോങ് പില്ലേഴ്സാണ്. പിന്നെ ആര് വന്നാലും തകർക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഷെയ്ക്ക് വരരുത്. അതിനെന്ത് വേണം? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അത് ആ വീട്ടുകാർ മാത്രമല്ല, മാതൃടവയ്ക്ക്. ഇപ്പോൾ ഫാബിനൊക്കെ എവിടെ പോയി ശുശ്രൂഷ ചെയ്താലും ഏതാ മാതൃടവക? മുക്കാട്ടുകരിയാണ്. ഞാൻ എവിടെയൊക്കെ പോയി ശുശ്രൂഷ ചെയ്താലും ആൾക്കാരെന്താ പറയുക? അത് പുറത്തു വരടവക, എൻ്റെ മാതൃടവക അതാ. അതുകൊണ്ട് പട്ടം കൊടുത്ത് വിട്ടാൽ മാത്രം പോരാ, ഇവർക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എനിക്ക് നമ്മോട് പറയാം, ഞാൻ ബൈബിളിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പ്രാർത്ഥന നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്നില്ല, ഓരോ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. അബ്രാഹത്തിൻ്റെ വിശ്വാസം, മോശയുടെ ധൈര്യം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ മുക്കാട്ടൊരു കാര്യം നിങ്ങളുടെ വീട്ടിലോ അതുപോലെ ഇവിടെയൊക്കെ വന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചെയ്യാം. അബ്രാഹത്തിൻ്റെ വിശ്വാസവും മോശയുടെ ധൈര്യവും ഏലിയായുടെ തീഷ്ണതയും ദാവീദിൻ്റെ ഭരണപാഠവും സോളമൻ്റെ വിജ്ഞാനവും ഈശോയുടെ ഹൃദയവും മനസ്സും പരിശുദ്ധ അമ്മയുടെ ദൈവതിരുമനസ്സിനോടുള്ള വിധേയത്വവും അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലുള്ള ശക്തിയും ഞങ്ങളുടെ ഫാബിന് കൊടുക്കണേ. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പട്ടം കൊടുക്കൽ മാത്രമല്ല, ഒരിക്കലും മാത്രമല്ല, പട്ടത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ജീവിതമായി തീരട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളും ഞാൻ സ്നേഹപൂർവ്വം നേരെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ ബലഹീനനായ ഫാബിനെ വിളിച്ചതിന് ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നീയാണ് ഫാബിനെ തിരഞ്ഞെടുത്തത്, ഫാബിനല്ല നിന്നെ തിരഞ്ഞെടുത്തത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്ന് ഫാബിനെ ഏറ്റെടുക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ കർത്താവേ, നിൻ്റെ മഹത്വത്തിനും സഭയുടെ പടുത്തുയർത്തലിനും സഭയോടും സഭാ കൂട്ടായ്മയോടും സഭാ നേതൃത്വത്തോടും ചേർന്നുള്ള നിനക്ക് ഏറെ സന്തോഷിക്കാവുന്ന ജീവിതമായി തീരാൻ ഞങ്ങൾ ഫാബിനെ
നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അദ്ദേഹത്തെ വളർത്തി വലുതാക്കി അൾത്താരിലേക്ക് കയറ്റിവിടാൻ നല്ല മനസ്സ് കാണിച്ച, ഒരുക്കിക്കൊണ്ടുവന്ന, പ്രാർത്ഥിച്ച അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും മറ്റ് കുടുംബാംഗങ്ങളെയും, ചെറുപ്പം മുതൽ അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയ ഈ മാതൃഇടവകയെയും ഇടവക അംഗങ്ങളെയും, അദ്ദേഹത്തിന് ഈ അവസ്ഥയിലേക്ക് കയറി വരാൻ പ്രാർത്ഥന വഴി, സാമ്പത്തിക സഹായം വഴി, പ്രോത്സാഹനം വഴി സഹായിച്ച ഉപകാരികൾ, ഗുണകാംക്ഷികൾ, തൃശ്ശൂർ അതിരൂപത മുഴുവനും നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ കൃപകളും കൊടുക്കണേ. അദ്ദേഹത്തെ നയിച്ച, അദ്ദേഹത്തോട് സഹകരിച്ച, സഹായിച്ച എല്ലാവരെയും കടാക്ഷിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ ജോൺ മരിയ വിയാനി, പാബിൻ്റെ മധ്യസ്ഥനായ റഫായേൽ മാലാഖയെ, ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസെ, മറ്റ് വിശുദ്ധാത്മാക്കളെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഫാബിന് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.